ഈ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് അല്ല സോറി ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന് രാത്രി ഗിഫ്റ്റ് ബോക്സ് കിട്ടിയ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഇരുന്ന് പൊളിക്കുന്ന ഒരു ഫീല്. അപ്പോൾ ഗൈസ് ജനുവരി 31 അതായത് ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. 1 മണിയായിട്ടുണ്ട്. കാരണം ഇന്നലെ ഞങ്ങള് ഫുള്ള് പുറത്തായിരുന്നു. രാവിലെ മുതൽ രാത്രി 12 മണി വരെ കറക്റ്റ് വേണമെങ്കിൽ പറയാ. ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയിട്ടുള്ളല്ലോ ബാബു. ഏകദേശം ഒരു 11-12 വരെ എത്തിയല്ലേ. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, മാക്സി എടുത്തിട്ടതാണ്. അപ്പൊ എന്തായാലും കുറെ പേര് കമന്റ് ബോക്സിൽ ചോദിച്ചു ബാബു എന്താ ഗിഫ്റ്റ് തന്നേ, ഓരൊക്കെ തന്നല്ലോ എന്താണ് ഫെബി, ഇമ്മ, ഷാനു, എല്ലാവരും. അപ്പൊ ഞാൻ ഗിഫ്റ്റ് എടുത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല, ഇനിയിപ്പോ കല്യാണമൊക്കെ വരുന്നത്, ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങില്ല, വെറുതെ വണ്ടി കയറ്റിച്ചിരുന്നു. അപ്പൊ ഞാൻ ഗിഫ്റ്റ് സെറ്റ് ആക്കിന്. ഞാൻ ഇന്ന് അതായത് ജനുവരി 31 ഞാൻ പ്രതീക്ഷിച്ചിരുന്ന പരിപാടി. അതുപോലെ രാവിലെ തന്നെ രാത്രി തന്നെ വന്നാണ് സെറ്റാക്കി. ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ തലേന്നേനോ പ്ലാൻ ചെയ്തത് ഇങ്ങനെ വരുന്നുണ്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ തട്ടി ആദ്യം സെറ്റാക്കിയിരുന്നു, ടൈമോട് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ ഗിഫ്റ്റ് സെറ്റാക്കിയത് ഷുഗർ ഫിൽസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അത് കിട്ടിയ പൊളിഞ്ഞതാണ് ഒരു ത്വരമൊക്കെ. അത് പൊളിക്കണം എന്നുള്ളത്. പിന്നെ ഒന്നാമത് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല, ആ ഒരു കമന്റ് കണ്ടപ്പോൾ ഇടാന്ന് വിചാരിച്ചു. കമന്റ് ബോക്സിൽ കണ്ട്, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ച് ഒരു ഗിഫ്റ്റ് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആവട്ടെ ഇത് എന്നുള്ളത്. പിന്നെന്ന് പറയുന്നത് എനിക്ക് സത്യത്തിൽ ഇത് തന്നൊക്കെ നല്ലൊരു സർപ്രൈസ് ആയിട്ടാണ്. അതിന്റെ വീഡിയോ നമ്മളെ കയ്യില്ല, കാരണം അപ്രതീക്ഷിതമായി നടന്ന സംഭവം. അപ്പൊ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മള് ഇൻസ്റ്റയിലും യൂട്യൂബിലും തന്നെ പോസ്റ്റ് ആയിട്ട് അപ്പൊ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുത്തതാണത്. ആ വീഡിയോ ക്ലിപ്പ് ഓരെന്നെ വന്നുകാണ്ട് കൊടുത്ത പോലെ ഞങ്ങൾ ഒരു കോഫി ഷോപ്പിൽ സർപ്രൈസ് ആയി തന്നാണ്. അതിന്റെ വീഡിയോ വരുന്നുണ്ട്. അത് വീഡിയോ കിട്ടുകയാണ് ഇന്നലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും ബാബു തന്ന ഗിഫ്റ്റ് ഞങ്ങൾ കാണിച്ചാൽ അവിടെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ ഇതാണ് ബാബു തന്ന ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് ബാബു തന്ന ഗിഫ്റ്റ്. ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഇതും പിന്നെ ഒരു ഇതിന്റെ കൂടെ ഒരു ബൊക്ക ഉണ്ടായിരുന്നു. ആ ബൊക്കന്റെ അവസ്ഥ നല്ല അടിപൊളി ബൊക്ക. ഇതിന്റെ ഫോട്ടോ ഞാൻ തമ്മിൽ കൊടുക്കാം. ബൊക്കന്റെ കോലം കട്ടി നോക്കി നല്ല അടിപൊളി ബൊക്ക ഉണ്ടാക്കി തന്നിരുന്നു. ഞാൻ അതിന്റെ അതിമുള്ള റോസാപ്പൂ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടി. ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ടില്ല, അതിന്റെ മുന്നേ ഇത് ഞങ്ങൾ വീഡിയോ എടുക്കണം. അപ്പൊ അത് ഫ്രഷ് ആയി പിന്നെ കയറ്റാനുള്ള ഉദ്ദേശം നോക്ക്, കിക്കറ്റ് കയറ്റാനുള്ള ഉദ്ദേശമാണ്. അപ്പൊ എന്തായാലും അത് അതിന്റെ ഗോവി അയക്കണ്. അപ്പൊ നമുക്ക് ഇനി ഇതില് എന്തൊക്കെയുണ്ട് നോക്കാം. അതിന്റെ പിന്നെ അടിപൊളിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മാപ്പിളാര് വന്നുങ്ങാൻ ഡയറക്റ്റ് കാരണം സർപ്രൈസ് ആയിട്ട് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെ തരില്ലേ. ഇത് അറിയാത്തൊരു കുട്ടിയാണ് കൊടുക്കുന്നത്. ഷുഗർ ഫിൽസിന്റെ പോലെ ഡയറക്റ്റ് വന്നുകാണ്ട് അടിപൊളിയായില്ലേ. ഒന്നും അറിയില്ല. ഞാൻ സത്യത്തിലില്ലേ, ഞാനും മാപ്പിള ഇപ്പൊ വർത്താനം പറഞ്ഞോണ്ടിരിക്ക, അതില് പെട്ടെന്ന് ഒരു ചെക്കൻ വന്നുങ്ങാണ്ട് അറിയോ പിന്നെ അറിയിച്ചു. അപ്പൊ ഓള് കരുതുന്ന തരാനോ ഫസ്റ്റ് മനസ്സിലായിട്ടില്ല. അപ്പൊ പിന്നെ തോന്നി നമ്മള് ഇവ വീഡിയോ എടുക്കണമെന്ന് മനസ്സിലാവണില്ല. ഫോണ് കാരണം ഫോണ് നോർമലായി വേറെ സംഭവമുണ്ട്. നമ്മൾ ഇന്നലെ അൻസിഫിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ടല്ലേ. അപ്പൊ ഇതൊരു ഒന്നുമില്ല, ഓൾറെഡി ഇന്നലെ കണ്ട ഒരാളാണ്. ഞാൻ ആ കുട്ടീനെ ആ ചെക്കനെ അധികം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേന്നു. അവിടെ ഞാൻ അവിടുത്തെ കുട്ടീനെ നോക്കി ഇങ്ങനെ ആ ഒരു വൈബിൽ ഇങ്ങനെ നടക്കുന്നു. പിന്നെയാണ് 3 പ്രാവശ്യറ്റോ എനിക്കറിയില്ല. പിന്നെ നോക്കിയപ്പോ ഈ ചെക്കനല്ലേ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അതന്നെ അപ്പൊ മനസ്സിലായി. അതില് പിന്നെ എന്നോട് പിന്നെ കാര്യങ്ങളായി അങ്ങനെ മനസ്സിലായി. അപ്പൊ എന്തായാലും അതെ പുള്ളി അടങ്ങാൻ പറയാൻ ഭയങ്കര സർപ്രൈസ് ആയി. ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. എന്തായാലും പോട്ടെ, നമുക്ക് എന്തായാലും ഇതിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. അപ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് ഇല്ല ബാബു ഗിഫ്റ്റൊക്കെ സെറ്റാക്കി തന്നിട്ടുള്ളത് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടാ. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കൊരു ഫ്രെയിമാണ് എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള കേട്ടോ, കുഞ്ഞു ഫ്രെയിം. പിന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് ഉണ്ട്. ഇതാർക്കും തരൂല കേട്ടോ, ഇത് ഞാനൊരു ചോക്ലേറ്റ് ആണ്. പിന്നെ ഇതിലെന്താ ഇത് ഞാൻ ഇത് ഒരു പ്രാവശ്യം വലിച്ചു ഊരാൻ നോക്കി. പിന്നെ ഞാൻ അതെ അപ്പോൾ ഇതെന്താ സംഭവം എന്നൊരു പിടുത്തല്ല. ഓക്കെ ഇത് മറ്റേ സംഭവം നെയിം പെൻഡന്റ് ഇല്ലേ, കാണുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു പെൻഡന്റ് ഉണ്ടല്ലോ, സംഭവം നല്ല രസമുണ്ട്. അപ്പോൾ അടുത്ത് ഇത് ഒലിക്കാം.
വലിയ ബോക്സ് നമുക്ക് ലാസ്റ്റേക്കൊക്കെ വെക്കാം. കുറച്ച് കനത്തിലാണ്. ഞങ്ങൾ ഇരുമ്പ് കെട്ടി വെക്കും. സംഭവം മുത്തുണ്ടായി അങ്ങനെ കയറാം. ഓ മൈ ഗോഡ്. ആ ഒരു പെർഫ്യൂമിന്റെ മറ്റേതുണ്ടല്ലോ, എന്താ പറയല്, ബെല്ലാവിറ്റന്റെ ഒരു പെർഫ്യൂമിന്റെ സെറ്റ്. ഇതിന്റെ പക്ഷെ അല്ലേ എനിക്ക് വാങ്ങിയതിന്റെ വേറെ ഫ്ലവറാ. ഇത് ലേഡീസിന്റെ ആണ്, ബെല്ലാവിറ്റ. അപ്പൊ ഒരു പെർഫ്യൂമിന്റെ ഒരു ബോക്സ്. എനിക്ക് ഒന്നാമതുണ്ടല്ലോ, എനിക്ക് ഗിഫ്റ്റ് ബോക്സ് ഇങ്ങനെ ഓപ്പൺ ആക്കണ എന്തോ ഇഷ്ടമെന്നറിയോ. അയ്യോ, ഹാപ്പി ബർത്ത്ഡേ ദിൽറുബ. ഇത് ഞാൻ ഒഴിവാക്കൂല, എൻ്റെ അടുത്തിരിക്കും. നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ് തലേന്ന് ചെക്കനും പെണ്ണും കൂടി ഇരുന്നുങ്ങാണ്ട് ബാബു അതേമാതിരി ഗിഫ്റ്റ് ഓപ്പൺ ആക്കൂല. ആ ഒരു ഫീല്. യെസ് ഓഫ് കോഴ്സ്. എത്ര വലിയ ഐഫോണിന്റെ പെട്ടിയായി എനിക്ക് തോന്നിയാ. ഈ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് അല്ല സോറി, ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന് രാത്രി ഗിഫ്റ്റ് ബോക്സ് കിട്ടിയ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഇരുന്ന് പൊളിക്കണ ഒരു ഫീല്. ഇതെന്താ, ഞാൻ ഉദ്ദേശിച്ച സാധനമാവാനാണ് എൻ്റെ ഒരു ഇത്. എന്തായിരിക്കാരോ ഞാൻ ഉദ്ദേശിച്ച സാധനമാണ്. അതെ, ഇത് മറ്റേ പെയിന് മാറുന്ന സാധനം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അങ്ങനെ എന്തോ ഒരു സാധന, തലമലാണോ പള്ളമലാണോ എന്നറിയില്ല. മസാജ് ഒന്നല്ല, വേറെന്തോ ആണ്. എനിക്കിത് കറക്റ്റ് അതിനെ കണ്ടുകണേ. നമ്മൾ പൊളിച്ചോ കാട്ടിത്തരാം. ഇതെന്ത് സംഭവം? കണ്ണുമ്പിൽ എടുക്കണതാ, വയറുമ്പോ വെക്കണതാ. ഇത് വയറുവേദനയൊക്കെ ഉണ്ടാവുമ്പോ വെക്കണമെന്ന് തോന്നുന്നുണ്ട്. അതിനെന്തോ ആണ്, എന്തോ സംഭവം കറക്റ്റ് എനിക്കറിയില്ല. അതെന്തോ സംഭവം കറക്റ്റ് എനിക്കറിയില്ല, പക്ഷെ കണ്ടുകണ്. നല്ല രസമുണ്ട് സാധനം. ഇതെന്ത് സാധനം? അപ്പൊ ലാസ്റ്റ് ബോക്സ് ആനക്ക് മറ്റേ പട്ടം കൊടുക്കാൻ ക്ലാസ് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. കിറ്റ്കാറ്റിന് ചോക്ലേറ്റ് ബോക്സ്. ഇത് പൊളിക്കാൻ പറ്റുന്നു. ആ പെട്ടി പോയപ്പോയല്ലോ. ഓ മൈ ഗോഡ്, നല്ല ക്യൂട്ടായിട്ടുള്ള ആ സാധനം. എന്താ അതിൻ്റെ പേര്? ഇതാ, ഇത് നല്ല രസമുണ്ട്. നല്ല ക്യൂട്ടായിട്ട് നോക്കട്ടെ. അപ്പൊ ഇതാണ് ഒന്ന് ഉണ്ടോ? നല്ല രസമുണ്ടല്ലേ. ഇത് നല്ല രസമുണ്ട്, എല്ലാം ഇഷ്ടപ്പെട്ടു. വാവേ. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നമ്മള് ഈ ഒരു ഗിഫ്റ്റ് ബോക്സിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും സെറ്റായി കൊടുക്കും. കുറച്ച് എന്താ പറയാ, എനിക്ക് നല്ല ഇഷ്ടമായി. എല്ലാ ഇഷ്ടമുണ്ട് നമ്മൾ കാണാൻ. നമുക്ക് എന്തൊരു സംഭവത്തിനും നേരെ സുഖത്തിൽ ലഭിച്ചാൽ മതി. സെറ്റാ. നമുക്ക് സർപ്രൈസ് നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും നേരെ വന്ന് കണ്ട് സാധനം കൊടുക്കുട്ടോ അല്ലേ? അതെ. എന്താ ഇത് അവർ വിളിച്ച് പറഞ്ഞു സാധാരണ നമ്മൾ സർപ്രൈസ് തന്നെ കൊടുക്കല്. നമ്മൾ വന്നാണ് ഞാൻ നമ്മള് കഴിഞ്ഞൂറില്ലേ, ഞാൻ അതേമാതിരി ആനിവേഴ്സറിക്ക് ഞാൻ സെറ്റാക്കി കേട്ടോ. അന്ന് കുറെ ആൾക്കാർ പറഞ്ഞു ഞാനത്
സ്ക്രിപ്റ്റഡ് ആണ്. സംഭവം ഒന്നുമില്ല. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെഡിങ് ആനിവേഴ്സറി ഫോട്ടോ എടുക്കാൻ വേണ്ടി അതല്ല, ഒരു വെഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം, എല്ലാവരും മാറ്റി പുറത്ത് ഇറങ്ങും. അവന്റെ സുഹൃത്തുണ്ടോ, അപ്പൊ ഞാൻ ഓരോ ക്യാമറ എടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ അപ്പുറത്ത് തിരിഞ്ഞു നിൽക്കുകയാണല്ലോ. അന്ന് ഞാൻ വീഡിയോ എടുക്കണതിന് നല്ലൊരു വെയിലത്തെ കൊണ്ടുപോയി നിർത്തിക്കണം. അപ്പൊ നല്ലൊരു ലൊക്കേഷൻ ഞാൻ നോക്കിക്കാണ്ട് ഏത് പോസ്റ്റ് ചെയ്യും എന്നുള്ള ചെക്കിങ്ങിലായിരുന്നു ഞാൻ ആ ടൈമില്. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയതാണ്. വീഡിയോ പോയിട്ടല്ലേ ലാസ്റ്റ് ചോദിക്കാം, എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു, 25ാമത്തെ ബർത്ത്ഡേ ആയി കഴിഞ്ഞ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഇങ്ങനെ സർപ്രൈസ് കിട്ടിയതും അതുപോലെ തന്നെ ഞാൻ ഒക്കെ ഒരു ഇതുണ്ടായിട്ടില്ല. വേറെ സംഭവമുണ്ട്, ഒരു 8 മണി വരെ കുയിന്താണ് ഞാൻ ഒന്നും കൊടുക്കണില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും തിന്നിട്ടില്ല, സെറ്റാക്കില്ല, കല്യാണമൊക്കെ വരില്ല, ഇനിയിപ്പോ ഇങ്ങനെ അതൊന്നല്ല. ഒരു 12 മണി വരെ ബാബുവിന് ഒന്നിനും ഒരു മൈൻഡ് ഇല്ല, ഒരു ഹാലില്ല, അതിങ്ങനെ നടക്കാം. ഞാൻ അങ്ങോട്ട് പറഞ്ഞോടൊപ്പം പോണാ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കത്തി പിടിച്ചിട്ട ടൈമില് ബാബുവിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ റീലൊക്കെ കണ്ടിട്ട് പെണ്ണുങ്ങളും ഉണ്ടാകുന്ന ആണുങ്ങൾ നല്ല ഹാപ്പി എൻജോയ് ചെയ്ത് നടക്കും. ആ ഒരു മൂഡല്ല ഇവിടെ ഇന്റെ മൂന്ന കേറിയാ പിന്നെ അവിടുത്തെ കഴിഞ്ഞു. തല്ലിന് വേറൊരു വഴി വേണ്ട. വലിച്ചിട്ടില്ല, ഫോണിൽ ചാർജ് കമ്മിയാക്കണം. അപ്പൊ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഇനി 26ാമത്തെ ബർത്ത്ഡേ വ്ലോഗ്. ഈ വീഡിയോ നമ്മളെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യും. അടിപൊളിയാണോ അല്ല എങ്ങനെയുണ്ട്? അപ്പോ കമന്റ് ചെയ്യ്. അപ്പോൾ നമ്മൾ മഞ്ചേരി ഷുഗർ ഒക്കെ സെറ്റാക്കിയത്. അപ്പോൾ ഇതേപോലെ സർപ്രൈസ് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഓരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് സപ്പോർട്ട് ചെയ്യാൻ. നെക്സ്റ്റ് വീഡിയോ കാണാം.